ഹലോ ഫ്രണ്ട്സ്, ഐ ആം സിനി. വെൽക്കം ടു സിനി സ്കിൻ വേൾഡ്. ഇന്ന് ഞാൻ നാഗ്പൂർ ഓറഞ്ചിനെ കുറിച്ചുള്ള ഒരു കൊച്ചു വീഡിയോ ആണ് ചെയ്യുന്നത്. ഈ നാഗ്പൂർ ഓറഞ്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു ഓവൽ ഷേപ്പാണ്. അതുപോലെ ധാരാളം പഴങ്ങളുണ്ടാവും. പിന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത, ഇതിന്റെ നമ്മൾ സാധാരണ ഓറഞ്ചിന്റെ തൊലിയൊക്കെ പൊളിച്ച് കളയുക ചെയ്യാറ്. പക്ഷെ ഇതിന്റെ നമുക്കതിന്റെ തൊലിയും കൂടി കഴിക്കാം. അതിനും ചെറിയൊരു മധുരം ഉണ്ടെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ നാഗ്പൂർ ഓറഞ്ച് ശരിക്കും ഒരു പഴവർഗ്ഗ ചെടി എന്നതിലുപരി ഒരു ഓർണമെന്റൽ പ്ലാന്റ് ആയിട്ട് നമ്മുടെ ഗാർഡനിലൊക്കെ വളർത്താൻ പറ്റിയ നല്ലൊരു ഫ്രൂട്ട് പ്ലാന്റ് ആണ്. ഞാൻ ഇവിടെ ഡ്രമ്മിലാണ് വെച്ചിരിക്കുന്നത്. അപ്പം ഇത്ര ഒരു ഡ്രമ്മിൽ വെച്ചാലും ഇത് നന്നായിട്ട് കായ്ക്കും. ഒരെണ്ണം പഴുത്ത് നിൽക്കുന്നുണ്ട്, കണ്ടോ. ഇത് ഇത് ഒരു ഓവൽ ഷേപ്പ് ഉള്ളതാണ്, കണ്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് നമുക്ക് ഫുള്ളായിട്ട് കഴിക്കാവുന്നതാണ്. ഇത് കടിച്ചും ഫുള്ളായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. നമ്മളിതിന്റെ തൊലിയൊന്നും മാറ്റേണ്ട കാര്യമില്ല, സാധാരണ ഓറഞ്ചിനെ പോലെ. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകതയുള്ളത്. പിന്നെ ധാരാളം കായ്ക്കും. നല്ല സൂര്യപ്രകാശം കിട്ടിയാൽ മതി. പിന്നെ ഞാനിവിടെ എല്ലുപൊടിയൊക്കെയാണ് സാധാരണ ഇട്ട് കൊടുക്കുക. അതുപോലെ ചാണകപ്പൊടി, എല്ലുപൊടി അങ്ങനെയൊക്കെയാണ്. പിന്നെ ജീവാമൃതമൊക്കെ ഒഴിച്ചു കൊടുക്കും. ഇപ്പോൾ വേനൽക്കാലം അതിൻ്റെ രാസവളങ്ങളൊന്നും കൊടുക്കാറില്ല. പിന്നെ ആവശ്യത്തിന് നന. ഈ നാരകത്തിന് അധികം നനയുടെ ആവശ്യമില്ല, അത്യാവശ്യത്തിന് നന കിട്ടിയാൽ മതി. അപ്പം ഈ നാഗ്പൂർ ഓറഞ്ച് നേഴ്സറിയിലൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ നിങ്ങളുടെ ഗാർഡനിലൊക്കെ ഇതുപോലെ ഒരെണ്ണം വെച്ച് കഴിഞ്ഞാൽ കാണാനും നല്ല രസമാണ്. ഫ്രൂട്ട്സൊക്കെ ഉണ്ടായി നിൽക്കുന്നതാണ്. ഇത് ഉണ്ടാകുമ്പോൾ അത് പച്ച കളറോട് കൂടിയുള്ള കായായിരിക്കും. പക്ഷെ പഴുത്ത് കഴിയുമ്പോൾ ഒരു യെല്ലോയിഷ് കളറിൽ വന്നിട്ട് അപ്പോൾ നിറയെ പഴുത്ത് നിൽക്കുന്ന കാണാനൊക്കെ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഗാർഡനിൽ ഒരെണ്ണം വെച്ച് നോക്ക്. ഇതാണ് നാഗ്പൂർ ഓറഞ്ചിനേക്കുള്ള കൊച്ചു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ. താങ്ക് യു.